കല്യാണം മുടക്കുന്ന ആള് നല്ലവർക്ക് മരിച്ചു പോവില്ല. ഞാൻ അതിന്റെ അനുഭവങ്ങളൊന്നും പറയാത്ത നിങ്ങളെ സദസ്സ് നീട്ടണ്ടെന്ന് എഴുതിയിട്ടാണ്. ഒരുപാട് ആൾക്കാർ അനുഭവങ്ങൾ എൻ്റെ അടുത്തുണ്ട്. ഒരൊറ്റ കുട്ടിൻ്റെയും കല്യാണം മുടക്കരുത്. കല്യാണം നമ്മൾ മുടക്കിയാൽ നമ്മളൊരു പാഠം അല്ലാഹു തആല ഇവിടുന്ന് പഠിപ്പിക്കും. ളുൽമാണ്. ളുൽമ് ചെയ്ത ഒരാള് അതിന്റെ ശിക്ഷ അനുഭവിച്ചിട്ടല്ലാതെ എന്തായി പോവില്ല, മരിച്ചു പോവില്ല. ളുൽമ് ഒരാൾ ചെയ്തോ, അത് മനുഷ്യനല്ല, ഒരു ജീവിക്കാണെങ്കിലും കാട്ടുജീവിക്കാണെങ്കിലും നാട്ടുജീവിക്കാണെങ്കിലും ഒരു അന്യായം ചെയ്തോ തക്ക ഫലം കിട്ടിയിട്ടേ മരിച്ചു പോകും. ളുൽമ് ചെയ്യാൻ പാടില്ല. ളുൽമാണ് ആ സാധനം, കല്യാണം മുടക്കുക എന്നുള്ളത്. അതിനാരും ആണും പെണ്ണും നിൽക്കരുത്. സാധ്യതയുള്ള വാക്കും പറയരുത്, സങ്കല്പമുള്ള വാക്കും പറയരുത്. നേരെന്താണോ ഹക്ക് പറയണം. പറയാൻ പറ്റാത്ത ഒരു സംഗതിയിൽ പഴയ കാലത്ത് ഉണ്ടായിരുന്നു, ഇപ്പൊ ആള് നന്നായിട്ടുണ്ടെന്നാ പഴയ കഥ പറയരുത്. ഒരാള് നേരത്തെ 10-15 വയസ്സിൽ എന്തോ തെറ്റ് ചെയ്തിട്ട് ആള് നന്നായിക്കണ്, അപ്പൊ 10-25 വയസ്സേക്കണ്, ഇപ്പൊ അയാൾ കുഴപ്പമൊന്നുമില്ല. പിന്നെ അന്ന് 15 വയസ്സിൽ ഇങ്ങനെ ഒരു പ്രശ്നം നേരത്തെ ഉണ്ടായിരുന്നു, അയാളെ നിങ്ങൾ പോയി നോക്കിയത് അന്വേഷിച്ചതും. ഇപ്പൊ 25 ആള് നന്നായി ഉഷാറായിക്കണ്. നമ്മളിപ്പത്തെ കാര്യം പറഞ്ഞാൽ മതി. നമ്മൾ എത്ര മോശമാണ് നല്ലാണ് നമുക്കറിയില്ലേ. അതും കൂടി അല്ലാഹു തആല ഒളിവാക്കി ഈ വിഷയത്തിൽ. ആളെത്ര മോശമുണ്ട് ഉഷാറുണ്ട്. ഒരു ബാപ്പയും ഒരു ഉമ്മയെങ്ങാനും ആ വിഷയത്തിൽ 30, 35, 40 വയസ്സായ കുട്ടികൾ ഇങ്ങനെ മുടക്കി കണ്ണീര് ഉറ്റിപ്പോയോ അതിൻ്റെത് അനുഭവിക്കേണ്ടി വരും. നീ ലാസ്റ്റ് എല്ലാവരും വന്ന് രോഗം സന്ദർശിക്കുന്ന നേരത്താണെങ്കിലും നല്ല അനുഭവിക്കേണ്ടി വരും. നാട് ഭരിച്ചിരുന്ന ഒരാളല്ലേ ഹജ്ജാജ് ഇബ്നു യൂസുഫ്. ഒരു കാരണമില്ലാതെയാണ് സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത്. മരിക്കണേന് മുമ്പ് രാജാവിനെ സന്ദർശിക്കാൻ വരുന്ന ആൾക്കാരോടൊക്കെ മൂപ്പര് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അസ്വാബത്തിനി ദഅവത്തു സഈദ്. സഈദ് ഇബ്നു ജുബൈറിന്റെ ദുആ എനിക്ക് പറ്റിപ്പോയി. വല്ലാതെ വേദന, അസഹ്യമായ വേദന. എന്റെ ശരീരം തുണ്ടം തുണ്ടാക്കി ആരെങ്കിലും മുറിച്ചെന്നെങ്കിൽ വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എവിടേക്ക് നോക്കിയാലും സഈദ് ഇബ്നു ജുബൈർ എന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എന്ന് എനിക്കിങ്ങനെ തോന്നിപ്പോകുന്നുണ്ട്. ഞാൻ കുടുങ്ങിയിട്ടുണ്ട്.